റിജിൽ മാക്കുറ്റി തെരഞ്ഞെടുപ്പാനന്തരം ഇങ്ങനെയൊരു പുസ്തകം ഇറക്കുന്നു എന്നതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നുകൂടി ജയരാജൻ പറയുന്നുണ്ട്. അതായത് മതന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നു, അങ്ങനെ കൂടുതൽ മതന്യൂനപക്ഷത്തോട് പ്രീണനം എന്ന വാക്കാണല്ലോ പ്രയോഗിച്ചിരുന്നത് BJP ആവർത്തിച്ചപ്പോൾ. ആ ഒരു പ്രീണനം എന്നുള്ള സാഹചര്യം അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു. ലഭിച്ചിരുന്ന ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു പുസ്തകത്തിലേക്ക് പോകുന്നു CPM എന്നാണോ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു റിജിൽ? ശ്രീ സ്മൃതി, യഥാർത്ഥത്തിൽ CPM എന്താണ് ഈ വിഷയത്തിനകത്ത് അവരുടെ നിലപാട് എന്ന് വ്യക്തമാക്കണം. P. ജയരാജന്റെ നിലപാടാണോ CPM ഈ വിഷയത്തിൽ? അതാണല്ലോ ശ്രീ ജയേന്ദ്രൻ പറഞ്ഞത്. അവതാരക എഴുതിയത് ആര് എന്നുള്ള കാര്യമടക്കം. അതെ അതെ, ജയചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു CPM-ന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി ഈ ചർച്ചയിൽ വന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. അദ്ദേഹം ഒരു നിരീക്ഷകൻ എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഏതായാലും CPM കാലാകാലങ്ങളിൽ കേരളത്തിൽ പ്രത്യേകിച്ച് എടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് P. ജയരാജൻ ഈ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഇപ്പോൾ തീവ്രവാദം, ഭീകരവാദം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭീകരവാദി ജയരാജനാണ്. IS കൊല്ലുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് 17 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ അബ്ദുൾ ഷുക്കൂർ എന്ന് പറയുന്ന കൊച്ചു പയ്യനെ വണ്ടിയുടെ ടയറിന് കല്ലെറിഞ്ഞു എന്നതിൻ്റെ പേരിൽ 100-300 ആളുകൾ നോക്കി ആൾക്കൂട്ട വിചാരണ നടത്തി അതിനെ കൊല്ലാൻ ആഹ്വാനം കൊടുത്ത് SMS-ലൂടെ അത് ആഹ്വാനം നടത്തി അതിൻ്റെ മരണ വാറണ്ടിൽ ഒപ്പിട്ട വിദ്വാനാണ് ഈ ജയരാജൻ. ആ ജയരാജനാണ് ഇപ്പോൾ ഭീകരവാദവും തീവ്രവാദത്തെക്കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നതെന്ന് തന്നെ വിരോധാഭാസമാണ്. യഥാർത്ഥത്തിൽ CPM എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് നിങ്ങളിവിടെ ചർച്ചയിൽ തന്നെ സൂചിപ്പിച്ച് തെരഞ്ഞെടുപ്പിനകത്ത് ഇവർക്ക് അനുകൂലമായി തീരുമാനിക്കുന്ന ആളുകൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവരെ ആ രൂപത്തിൽ അവർ കാണുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായിരുന്നു ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് കൊണ്ട് അവരെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രത്യേകിച്ച് ഇവിടെ സംഘപരിവാർ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ഫാക്ടറി ഉണ്ട്, ഒരു നുണ ഫാക്ടറി ഉണ്ട്. ആ നുണ ഫാക്ടറിയുടെ ഒരു ഭാഗമായിരുന്നു ഈ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരള സ്റ്റോറി. അങ്ങനെ പല കാര്യങ്ങളും രാജ്യത്തെമ്പാട് മുസ്ലിങ്ങൾക്കെതിരായി മുസ്ലിം അപരവൽക്കരണത്തിനെതിരായിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിനുകൾ രാജ്യത്തെമ്പാടും BJP സംഘപരിവാർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളം അവർക്ക് ഒരു തരത്തിൽ സ്പേസ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെയെങ്കിലും കേരളത്തിൽ സ്പേസ് ഉറപ്പിക്കാനുള്ള വലിയ ശ്രമം, തീവ്രമായ ശ്രമങ്ങൾ സംഘപരിവാറും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ സമീപകാല രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. CPM-നകത്ത് പോലുമുള്ള നേതാക്കന്മാരെ തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരാൻ EP ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട പ്രകാശ് ജാവേദ്കറിന്റെ വിഷയമായാലും അതോടൊപ്പം തന്നെ RSSന്റെ ഉന്നത നേതാക്കന്മാരെ ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രധാനപ്പെട്ട ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദർശിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന പല കാര്യങ്ങളും ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന ജയരാജൻ നടത്തിയത്. അപ്പോൾ ആ വിവാദ പ്രസ്താവന തീർച്ചയായും ഇവിടെ ശ്രീ കാരശ്ശേരി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അത് സംഘപരിവാറിന് വളമേകുന്നതാണ്, RSSന് വളമേകുന്നതാണ്. അവർ പറയും ഞങ്ങൾ പറഞ്ഞ കാര്യം ഇതാ CPM സമ്മതിച്ചിരിക്കുന്നു. ജയരാജനെ പോലുള്ള ആളാണ്. ജയരാജൻ സംഘപരിവാറിനെതിരായി പോരാട്ടം നടത്തുന്നൊക്കെ പറയുന്ന ഒരാളാണല്ലോ. അപ്പോൾ അയാൾ തന്നെ പറയുമ്പോൾ അതിൻ്റെ ഗുണം ആർക്കാണ് ലഭിക്കുകയെന്ന് ശ്രീമതി സ്മൃതി നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ആര് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും അതിനെ അംഗീകരിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. അങ്ങനെ ഒരു തീവ്രവാദ പ്രവർത്തനത്തെയും ന്യായീകരിക്കുന്ന ആളുകളുമല്ല ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ശ്രീ ജയചന്ദ്രൻ സൂചിപ്പിച്ചു ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം നിലപാടിലേക്ക് പോകുന്നു. ഞാൻ ചോദിക്കുന്നു, ഇവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് CPM വാങ്ങിയിട്ടില്ലേ? SDPI-യുമായി ബന്ധപ്പെട്ട് CPM ഒന്നിച്ച് മുന്നോട്ട് പോയിട്ടില്ലേ? ആ ഘട്ടത്തിലൊക്കെ തന്നെ എന്തായിരുന്നു അവരുടെ നിലപാട്? SDPI-യോടും അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വോട്ട് വാങ്ങുകയും ചർച്ച നടത്തുകയും ഒന്നിച്ചിരുന്ന് വേദി പങ്കിടുകയൊക്കെ ചെയ്ത ആളുകളല്ലേ. ഇപ്പോഴെന്താണ് പ്രശ്നം? ഇപ്പോൾ എന്താ അവർക്ക് ഇവരോട് ഐറ്റം ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ CPM പറയുന്ന ഈ ഐറ്റം എന്താണ്? അപ്പോൾ CPM-നകത്ത് കൃത്യമായി ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം അവർക്കെതിരാണ്, അവരുടെ നിലപാടിനെതിരാണ് എന്നുള്ള ബോധ്യം വന്നപ്പോൾ അവരെയെല്ലാം തന്നെ ഇത്ര തീവ്രവാദ പട്ടം ചുമത്തി അല്ലെങ്കിൽ ഭീകരവാദ പട്ടം ചുമത്തി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിലെ ചെറുപ്പക്കാർ ഏതോ ഘട്ടത്തിൽ ആരോ പോയി എന്നതിൻ്റെ പേരിൽ ഈ സമീപകാല രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ എവിടെയെങ്കിലും അത്ര ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ നാട്ടിനകത്ത് എല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു പൊളിറ്റിക്സ് കൊണ്ടുവരേണ്ട സാഹചര്യം എന്താണ്? അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ അത്തരത്തിൽ ആളുകൾ പോയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നതാണ്, അത് കഴിഞ്ഞു. അതിനുശേഷം അത്തരം കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി, ഇത് ആഭ്യന്തര വകുപ്പിനെതിരെയാണ്, കേരളത്തിലെ പിണറായി വിജയനെതിരെയാണ് P. ജയരാജൻ പറഞ്ഞത്. എങ്ങനെയാണ് ഈ കണക്ക് കിട്ടിയത്? ഈ നാട്ടിലെ മുസ്ലിം ചെറുപ്പക്കാർ തീവ്രവാദികളാണെന്ന് ഏത് പോലീസിന്റെ അന്വേഷണമാണ്, ഏത് ഇന്റലിജൻസിന്റെ അന്വേഷണമാണ് പരിശോധിക്കപ്പെടേണ്ടത്? ഇത് ആര് കൊടുത്തത്? RSS കൊടുത്തതാണോ? അല്ലെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടാണോ?
ആ കണക്ക് പുറത്തു വരണ്ടേ? അതുകൊണ്ട് പി ജയരാജൻ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെതിരായി തൊടുത്തുവിട്ട ഒരു ആയുധമായിട്ടാണ് ഇത് കാണേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പിനാണ്. കാരണം ആഭ്യന്തര വകുപ്പിൽ നിന്ന് കണക്ക് കിട്ടിയതാണ് കൊണ്ടാണോ അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ചോദിക്കണ്ടേ? അപ്പോൾ തീർച്ചയായും ഇത് ഇരുതല മൂർച്ചയുള്ള കാര്യമാണ്. ഇത് ഒന്ന് പിണറായി വിജയനെതിരെയും അതോടൊപ്പം തന്നെ ഈ ന്യൂനപക്ഷങ്ങളെല്ലാം RSS ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പി ജയരാജനെ പോലെയുള്ള ഒരു നേതാവ് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അതിനകത്ത് CPM എന്താണ് ഇതിന്റെ നിലപാട് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.